tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over facts. മസ്തിഷ്ക മരണത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് സീരീസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നൈറ്റ് ഇതേപോലെ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് സാറ് വന്നിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്, കുറച്ച് വർഷം പഴയതാണ്. പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി IIT ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എന്തോ ഒരു കണ്ടൻറ്റിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, തപ്പി കണ്ടുപിടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ആ നൈറ്റ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ തന്നെ പുള്ളി വന്നിട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് രാത്രി പറയുകയും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ത്രെഡ് ലൈൻ കണ്ടൻറ്റ് ഫുള്ള് പറയും, ഇങ്ങനെയാണ് ഗെയിമിംഗ് ആണ് പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം കേട്ടിട്ടില്ല, ഭയങ്കര ഒരു ഫ്രഷ്, നമ്മൾ മലയാള സിനിമയിൽ കേട്ടില്ലാത്തൊരു കണ്ടൻറ്റ് എനിക്കാൻ തോന്നി. ഞാൻ മസ്തിഷ്ക മരണത്തിൽ വർക്ക് ചെയ്യുന്നത് ആസ് ദ സൗണ്ട് ഡിസൈനർ ആൻഡ് കമ്പോസർ. അപ്പം സൗണ്ട് ഡിസൈനിങ് ആൻഡ് കമ്പോസിങ് ഒരു ആൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എൻ്റെ ആക്ച്വലി ഒരു ഡ്രീം പ്രോസസ്സാണ്. ഞാൻ അങ്ങനെ മുമ്പ് മെറ്റീരിയൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ദിസ് എക്സ്പ്ലോറേഷൻ വാസ് സോ ഇൻറ്റൻസ് വിത്ത് കൃഷാന്ത് ആൻഡ് ഹിസ് ടീം. അപ്പം നമ്മൾ സൗണ്ട്സ് കണ്ടെത്തുന്നു, സൗണ്ട്സ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഓൾ എ ഡിസ്കവറി. സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ തന്നെ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 2040s വരുന്നൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്കും ഫീലും വരുന്ന ഒരു പടമാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എലമെൻറ്റ്സ് മാക്സിമം നമുക്ക് സിനിമാറ്റോഗ്രഫി വൈസും നമ്മുടെ പടത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള എലമെൻറ്റ്സും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളുടെയും റെഫറൻസസും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രീ പ്രൊഡക്ഷൻ്റെ ഫേസിൽ നമ്മളിത് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുകയും നമുക്ക് കുറേ ഐഡിയാസ് കിട്ടുന്നു, നമ്മളിതിനങ്ങനെ ഓൾട്ടർ ചെയ്യുന്നു, ഇതെല്ലാം കയ്യിലെത്തി. എക്സിക്യൂഷന് കയറുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ലൈക്ക് ഫ്യൂച്ചർ മെറ്റീരിയലിലേക്ക് ഇറങ്ങി ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ടീമിലുള്ള സാറൊക്കെ മിക്ക ബാക്കിയുള്ളവരൊക്കെ അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കൃഷാന്തേട്ടനെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. പുള്ളി എനിക്ക് ഇതിൻ്റെ കഥ ഒരു ചെറിയൊരു ഇതായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ തന്നെ ലൈക്ക് ടു മെനി തിങ്സ് ആർ ഹാപ്പനിങ്, ഭയങ്കര വേറൊരു തോട്ട് പ്രോസസ്സ്, വേറൊരു കഥ, നമ്മൾ കേൾക്കാത്തൊരു വേറൊരു എലമെൻറ്റ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. മസ്തിഷ്ക മരണത്തിൽ എൻ്റെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റിൽസ് എടുക്കുക, അതേപോലെ എക്സാക്ട് ഫ്രെയിംസ് എന്താണോ അത് ഗ്രാബ് ചെയ്യുക ഫോർ കണ്ടിന്യൂറ്റി പർപ്പസിന് വേണ്ടിയിട്ട്, അതേപോലെ BTS സ്റ്റിൽസ് എടുക്കുക, BTSൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ ഡേ 1 to day 45 ആണെന്നെങ്കിൽ അത്രയും ഡേയ്സിലുള്ള കംപ്ലീറ്റ് BTS ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക. ഇതൊക്കെയായിരുന്നു എൻ്റെ റോൾ. പിരീഡ് നമുക്ക് 2045 കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻസ് എല്ലാത്തിനും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നുമായിട്ടോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഒന്നുമായിട്ടൊരു മാച്ച് വരാത്ത രീതിയിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വേണമായിരുന്നു. സോ ദാറ്റ് വാസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി നമ്മൾ ഈ വോക്കൽസിൻ്റെയൊക്കെ ഒരു സിലബിലും മാത്രം എടുത്ത് ഇങ്ങനെ വോക്കൽ ചോപ്സ് എന്ന് പറയുന്ന ഒരു അതിപ്പം കണ്ടംപററി മ്യൂസിക്കിൽ ദിസ് യൂസ്ഡ് എ ലോട്ട്. പക്ഷെ കൃഷാന്ത് ആക്ച്വലി റെഫറൻസസ് ഫൈൻഡ് ചെയ്യൽ പോലും അല്ലായിരുന്നു എൻ്റെ പ്രോസസ്. ആക്ച്വലി കൃഷാന്ത് തന്നെ കുറച്ച് മ്യൂസിക് അങ്ങ് മേക്ക് ചെയ്യും. ഈ വോക്കൽ ചോപ്പിനെയൊക്കെ പുള്ളി എഡിറ്റ് ടൈം ലൈനിൽ പുള്ളി ഇങ്ങനെ ലൂപ്പ് ചെയ്ത് മാൻ ഇങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് ട്രൈ ചെയ്യാമോ, ലൈക്ക് ഇപ്പതാ ഈ കേൾക്കുന്ന ഈ സാധനം. അപ്പം പുള്ളി നമുക്ക് ആ ഒരു പൾസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം അങ്ങ് he'll just give it. അപ്പം ഇത് കമ്മ്യൂണിക്കേഷൻ്റെ മോസ്റ്റ് ടൈറ്റസ്റ്റ് പ്രോസസ് ആണെന്ന് എനിക്ക് തോന്നി. 2, 3, 4. സ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ ഒരു 4-5 സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ സിനിമാറ്റോഗ്രഫി ടീമിലെല്ലാവർക്കും തന്നെ സ്ക്രിപ്റ്റിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയോഗട്ടൻ DOP,
ഞാൻ അസോസിയേറ്റ്, പിന്നെ അസിസ്റ്റൻ്റായിട്ട് ആൻസണും അഭിഷേകുമായിരുന്നു ഞങ്ങളുടെ 4 പേര് അടങ്ങുന്ന ടീമായിരുന്നു സിനിമാറ്റോഗ്രഫിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ റെഫറൻസ് കളക്ട് ചെയ്യലും AI യൂസ് ചെയ്തിട്ടുള്ള കുറേ ഇമേജ് ജനറേറ്റ് ചെയ്തും നമ്മളൊരു ലുക്കിലേക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കൃഷാന്ത് ഏട്ടൻ്റെ ഓരോ ഇൻപുട്സ് വരുമ്പോൾ നമ്മളത് വെച്ചിട്ട് കൂടുതൽ വർക്ക് ചെയ്യും. അങ്ങനെ ഒരു ഹ്യൂജ് ഡാറ്റാ ബേസ് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ DOP ടീമും ആർട്ട് ടീമും കോസ്റ്റ്യൂം ടീമും ഭയങ്കര റിലേറ്റ് സപ്പോർട്ട് ചെയ്തു. ബിക്കോസ് പ്രയാഗൻ്റെ ടീം എന്ന് പറയുമ്പോഴത്തേക്കും പറയാതിരിക്കാൻ പറ്റുന്ന പ്രയാഗട്ടൻ, നിഖിൽ, ആൻസൺ, അഭിഷേക് ഇവർ ഭയങ്കര കിടിലായിരുന്നു. കാരണം ഒരു രീതിയിൽ ഒന്നിനൊരു കോംപ്രമൈസ് ഇല്ലാതെ അവർ ഫ്രെയിമിങ്ങിൽ തന്നെ ഭയങ്കര കോൺസെൻട്രേറ്റ് ഇരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ ദിവ്യ ജോബി ഭയങ്കര ഒരു എക്സലൻറ്റ് ജോബാണ് ചെയ്യുന്നത്. കാരണം കോസ്റ്റ്യൂംസിലൊക്കെയാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് നമുക്ക് പീരീഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റ്യൂമിലും ആർട്ടിലുമാണ്. മസ്തിഷ്കമരണത്തിലെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പം കിട്ടിയ ബെനിഫിറ്റ് ലൈക്ക് എന്താ പറയുക, അതൊരു സ്കൂൾ ലേണിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു. എന്താണ് നമുക്ക് പ്രയാഗേട്ടൻ്റെ സിനിമാറ്റോഗ്രാഫിയിലുള്ള കുറേ ടെക്നിക്സ് ഇങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് അത് ലൈറ്റിംഗ് നോളജ് ആവട്ടെ, ലൈക്ക് ഓരോ ഫ്രെയിംസ് പുള്ളി സെറ്റ് ചെയ്യുന്നതാവട്ടെ, കൃഷാന്ത് ഏട്ടൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും അത് ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിളാക്കി ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് കൃഷാന്ത് ഏട്ടൻ്റെ മൈൻഡിൽ പക്കയായിട്ടുണ്ട്. സോ അത് പുള്ളി അത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ടൈം എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് കാണുന്നത് തന്നെ ഭയങ്കര മോട്ടിവേഷനാണ്. ഇതിൻ്റെ മ്യൂസിക് മേക്കിംഗ് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം കൃഷാന്ത് ആക്ച്വലി ഒരു കമ്പോസർ തോട്ട്സും എന്നാൽ കമ്പോസർ ടെക്നിക്സും, അതായത് ഒരു കണ്ടംപററി കമ്പോസർ ഒരു ഫിലിമിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻ്റൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരു കമ്പോസറിൻ്റെ സ്പേസിൽ എന്താണോ അയാൾ തിങ്ക് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു മൈൻഡും ആക്ച്വലി കൃഷാന്തിനുണ്ട്. ചില സാധനങ്ങൾ ഇപ്പം ഇന്ന ഒരു ഫ്രീക്വൻസി നമുക്ക് കേൾക്കണം, അല്ലെങ്കിൽ ഈ റംബിൾ ഷുഡ് ഹാവ് സംതിങ് വിച്ച് ഹോൺസ് യു ഇൻ ഇച്ചിരി ഹയർ ഫ്രീക്വൻസി, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൃഷാന്തിന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് റൈറ്റ് നൗ പുള്ളിയും കുറച്ച് കമ്പോസിങ് ഒക്കെ ചെയ്യും. അപ്പോൾ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ നമ്മൾ കോർട്ട് സീനിൽ നമുക്ക് ഒരു ഇൻ്റർവെലിനോട് ചേർന്നിട്ടുള്ളൊരു സീനാണ് കോർട്ടിൽ വരുന്നത്. അപ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ നമുക്ക് ലെൻസ് വൈസോ എല്ലാനും ഡിസ്കഷനിൽ നമുക്ക് റോബോട്ടിക് ആം എന്നുള്ളൊരു ഓപ്ഷൻ വന്നായിരുന്നു. സാധാരണ നമ്മുടെ സിനിമയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ഹൈ സ്പീഡ് ആക്ഷൻ സീക്വൻസുകളിലൊക്കെയാണ് നമ്മൾ റോബോട്ടിക് ആമൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുപോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഷോട്ട്സ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു സോ കോൾഡ് മൂവ്മെൻറ്റ്സ് മാത്രമല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് വ്യൂവേഴ്സിനൊരു വേറൊരു ഡയമെൻഷൻ കാണിക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ മൂവ്മെൻറ്റ്സ് എല്ലാം കൊറിയോഗ്രാഫി ചെയ്തത്. ആർട്ട് ഡയറക്ഷൻ സാർ എന്നെ ഹെഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സാറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കൺഫ്യൂഷൻ, സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി അത് ആർട്ടൂടെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് അതിന് സൊല്യൂഷൻസ് തരികയും ലൊക്കേഷൻസ് നമുക്ക് സെറ്റ് ഡിസൈൻ പരിപാടിയെല്ലാം സോർട്ട് ചെയ്ത് തരുന്നു, എന്തൊക്കെ ഓപ്ഷൻസ് എടുക്കാമെന്ന് പറയുന്നു, എന്തൊക്കെ ആർട്ട് പ്രോപ്സ് എടുക്കാം, നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ പ്രീയിൽ സാറിൻ്റെ ഒരു ഗൈഡൻസ് കൊണ്ട് നമുക്ക് അതിൻ്റെ കുറേ സാധനങ്ങൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പറ്റും. അതിനൊപ്പം തന്നെ നമുക്ക് പിന്നെ മനസ്സിലായി പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്, വിഷൻ എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലായി. പിന്നെ അതിൻ്റെ റൈഡ് ഞാനും തമ്പി കൂടെ ഒരുപാട് ലൊക്കേഷൻസ് നമ്മൾ പോയി സോർട്ട് ചെയ്തു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു കോൺവെർസേഷൻ ഇസ് ഗോയിങ് ഓൺ. ജഗദീഷ് സാറും ഇങ്ങനെ ബാക്കിയുള്ള കുറേ ആക്ടേഴ്സുമായിട്ടൊരു കോൺവെർസേഷൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നിടത്ത് കൃഷാന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ എഡിറ്റിംഗ് എസ്തെറ്റിക്സും കുറേ കാര്യങ്ങളും വി ഹാവ് ബീൻ ഡിസ്കസിങ് ഇറ്റ്. സ്ക്രിപ്റ്റിലൊക്കെ അതുണ്ട്, പക്ഷെ സഡൻലി ഫൈനലി ഫിലിം മെറ്റീരിയൽ വന്നപ്പോൾ മ്യൂസിക് ഇടുന്നു, അത് കൊള്ളാം, പക്ഷേ ഇസ് ഇറ്റ് റിയലി സപ്പോർട്ടിങ് ദ ഫിലിം? പക്ഷേ ബിക്കോസ് ബാക്കിയുള്ള ഏരിയാസിൽ ഇപ്പം ഡ്രാമാറ്റിക് ആയിട്ട് മ്യൂസിക് വരുന്ന ഏരിയാസിൽ അങ്ങനത്തെ ഏരിയാസിലൊക്കെ ആക്ച്വലി ഐ തിങ്ക് നമ്മൾ വെക്കുമ്പം തന്നെ മെറ്റീരിയൽസ് അങ്ങ് ഫിറ്റ് ആവുകയും ഇത് ലാർജറായിട്ട് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളോട് ഇങ്ങനെ 2 പോർഷനിലാണ് സോങ് സീക്വൻസിലാണ് ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കണ്ടംപററി സീക്വൻസ് അത് ക്യാരക്ടർ ഒരു ഫേസിലൂടെ ക്യാരക്ടർ കടന്നു പോകുന്നു, അതിൻ്റെ ഒരു ഇമോഷനും ആ സമയത്ത് ആ ക്യാരക്ടറിന് അത് എന്ത് ചെയ്യാൻ തോന്നുന്നു, എങ്ങനെ മൂവ് ചെയ്യാൻ തോന്നുന്നു, എന്തായിരിക്കും ആ ഉള്ളിലുള്ള ആളുടെ ലൈക്ക് ഇമോഷനും തോട്ട്സും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഒരു ഐഡിയയാണ് പുള്ളി തന്നത്. പിന്നെ തന്നത് നമുക്ക് ഐറ്റം സോങ് ആയിരുന്നു. ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന പടത്തിൽ ചെയ്യുന്ന ഒരു ഐറ്റം സോങ്.
അപ്പോൾ ബേസിക്കലി അതെൻ്റെ അടുത്ത് പറയുമ്പോഴും പുള്ളി പറഞ്ഞത് ഇങ്ങനെ നമുക്കൊരു പക്ക ഐറ്റം സോങ് വേണം എന്നാണ്. അപ്പോൾ ഞാനൊരു ഡൗട്ട് ചോദിച്ചു, അല്ല ഇത് 2045 നടക്കുന്ന കഥയാണല്ലോ. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ലൈക്ക് ഇല്ല, നമ്മൾ ഇപ്പോൾ 2045 ആണെങ്കിലും 2060 ആണെങ്കിലും നമ്മൾ ഐറ്റം സോങ് ഇപ്പോഴുള്ള ഐറ്റം സോങ് പോലെ തന്നെയാണ് കാണിക്കാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മളും കണ്ടുവന്നത് ലൈക്ക് ഐറ്റം സോങ് അന്ന് കണ്ട ഐറ്റം സോങ് പോലെ തന്നെയാണ് ഇപ്പോഴും ഐറ്റം സോങ് കാണുന്നത്. ഒരു ഐറ്റം സോങ് എന്ന് സിനിമയിൽ വരുന്ന ഒരു മെറ്റീരിയൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് ഇച്ചിരി കൺസ്ട്രെയിൻഡ് തിങ്കിങ് ആണ്. 2045 എങ്ങനെ ഈ ഒരു സാധനം ഇൻ്റർപ്രറ്റഡ് ആവും എന്ന് വിചാരിച്ചപ്പോൾ അതിന് അങ്ങനെ ഒരു ടൈം ലൈൻ തിങ് അറ്റാച്ച് ചെയ്യാതെ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്തു. അതായത് ഇറ്റ് ഷുഡ് ബി മോഡേൺ ആൻഡ് ഇറ്റ് ഷുഡ് ലെറ്റ് അസ് നമ്മളെ മൂവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന, പക്ഷേ അറ്റ് ദി സെയിം ടൈം there is some elements of quirk and futurism അവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിന്ത് ലെയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളിൽ ആർട്ടിസ്റ്റിന് ഡേറ്റ് അനുസരിച്ച് നമ്മളിത് കോർഡിനേഷൻ ചാർട്ടൊക്കെ പരിപാടി സെറ്റ് ചെയ്ത് വെച്ച് നമ്മളിടുമ്പോൾ പലരുടെയും പല സമയത്തും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റിയുടെ ഒരു പരിപാടിയോടെ നമുക്ക് റൈഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റിൽസാണ്. സ്റ്റിൽസിൽ കിരണാണ് നമുക്കത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ടീം സൂപ്പർവൈസർ അല്ലെങ്കിൽ കിരൺ നമുക്ക് ഡെയിലി ഈ ചാർട്ടിനനുസരിച്ചുള്ള ഫോൾഡേഴ്സ് എല്ലാം ഫോൾഡറായിട്ട് ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ടീമിന് കിരണിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇന്ന ഡേ ഇന്നത് വേണമെന്ന് പറയുമ്പോൾ ഓൾറെഡി കിട്ടും. അപ്പം അതെടുക്കുന്നു, അത് എല്ലാ ടീമിനും അയക്കുന്നു. സോ അപ്പോൾ ആ പ്രോസസ്സൊക്കെ അങ്ങനെ ആയിരുന്നുകൊണ്ട് തന്നെ ട്രാക്കിംഗ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരുന്നു. മസ്തിഷ്കരണത്തിൻ്റെ ലൊക്കേഷൻ കൂടുതലും ഇൻഡോർ ആയിരുന്നു. ഓൾറെഡി ആ സ്പേസ് കംപ്ലീറ്റ്ലി ഫുള്ളാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ എനിക്ക് BTSൻ്റെ ഇതും കവർ ചെയ്യണം, സ്റ്റിൽസും ലൈക്ക് ഡോക്യുമെൻറ്റേഷനുള്ളതും കവർ ചെയ്യണം. ലൈക്ക് ആ ഒരു സ്പേസിൽ തന്നെ എനിക്ക് ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് നമുക്ക് കുറേ പോസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കവർ ചെയ്യണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി സ്റ്റിൽസ് എക്സാക്ട്ലി കൃഷാന്തേട്ടൻ തന്നിട്ടുണ്ടായിരുന്നത് എക്സാക്ട്ലി എന്താണോ ഫ്രെയിം, ആ ഫ്രെയിം ഞാൻ ലൈക്ക് മിസ്സാവാണ്ട് എല്ലാം കവർ ചെയ്യണം എന്നുള്ളതായിരുന്നു. സോ അത് നമുക്ക് കണ്ടിന്യൂറ്റി പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. 3, 2, 1 and action! Start move, എല്ലാവരും ഓടി വാ. വളരെ എൻജോയ് ചെയ്തും വളരെയധികം ചലഞ്ചസ് ഉണ്ടായ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴായിരുന്നു. അതൊരു ഔട്ട്ഡോർ സ്പേസ് ആയിരുന്നു, മഴയുണ്ടായിരുന്നു. നമ്മുടെ റെയിൻ യൂണിറ്റ് അല്ലാതെ നാച്ചുറലി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മഴയില്ലാത്ത സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു, എക്സ്പ്ലോഷൻസ്, അതല്ലാതെ ഫയർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് CGയിലും വരുന്ന പോർഷൻസും നമുക്കതിൽ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്രോളും നമ്മുടെ ഫയർ ക്രാക്കേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ബോംബിനെയൊക്കെ മിമിക് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ വെച്ച് നമ്മൾ സാധനം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഓൺ സ്ക്രീൻ വരുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങനത്തെ ഒരു കണ്ടൻറ് ആയതുകൊണ്ടും അതിൻ്റെ ടൈം ലിമിറ്റും അങ്ങനെ ഒരുപാട് കോൺസ്റ്റൻസ് നമ്മളിങ്ങനെ പല രീതിയിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ടീമാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ടൈറ്റ് ആയിരുന്നത്. കാരണം അവരെ നമുക്ക് ലൂസാക്കാൻ പറ്റിയില്ല. ആ റിസ്ക് സാർ എടുക്കുകയും സാർ തന്നെ അത് സൂപ്പർവൈസ് ചെയ്ത് ടീമിനെ വെച്ച് റൺ ചെയ്തു. പക്ഷേ അവന്മാരത് മരിച്ച് പണിയെടുത്തു. ബിക്കോസ് എനിക്കറിയാം 2 ടീമായിട്ട് സ്പ്ലിറ്റായിട്ട് പോലും മിക്ക സമയത്തും ഒരു ടീം എപ്പോഴും വെളുപ്പാൻ രാവിലെ കാലത്ത് വരെയും വർക്കിംഗ് തന്നെയാണ്. ഞാനിവിടെ സ്റ്റിൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പം വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ ഒരേ സമയം മേക്കപ്പും ചെയ്യുന്നുണ്ടാവും. അപ്പം എൻ്റെ ഇവിടുത്തത് കഴിഞ്ഞിട്ടും എന്നെ അർഷാദൊക്കെയാണ് ഇതിനകത്ത് മേക്കപ്പ് ചെയ്യുന്നത്. പുള്ളി എന്നെ വിളിക്കും, കിരണേ ഇന്ന ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, അപ്പം വന്ന് ഇപ്പോൾ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോർഡിനേഷൻ ഇതിനിടയ്ക്ക് പുള്ളി എനിക്ക് തരും. ഇതേപോലെ കോസ്റ്റ്യൂമിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ആ ഒരു കോസ്റ്റ്യൂം ഇപ്പം ഏത് കോസ്റ്റ്യൂമാണോ ആ കോസ്റ്റ്യൂമിൻ്റെ സ്റ്റിൽസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റിൽസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്നെ ദിവ്യ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം നിഖിലാവട്ടെ ശ്രീനാഥ് ആവട്ടെ ഡയറക്ഷൻ ടീമിൽ നിന്ന് അവർ തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. ലൈക്ക് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് മിസ്സാവുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരുടെ രണ്ടിടത്തും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അവർ എങ്ങനെയെങ്കിലും അത് സോർട്ട് ചെയ്ത് തരും. അർഷാദിക്കാരുടെ ടീമും നമുക്ക് ഈ ലുക്ക് പിടിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. നമുക്ക് ഫ്യൂച്ചർ സ്റ്റൈൽ ലുക്ക് പിടിക്കാൻ പറയുമ്പോൾ കോസ്റ്റ്യൂം ബാക്കിയെല്ലാം വരുമ്പോൾ ഫേസിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് വയ്ക്കുന്ന പരിപാടിയെല്ലാം വയ്ക്കുന്നത് ദിവ്യ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ മാച്ച് ചെയ്തിട്ടുള്ള ബാക്കി പരിപാടികളും
എല്ലാം അർഷാദിക്കാൻ ടീം സെറ്റ് ചെയ്യുന്നു. അതേപോലെ എടുത്തു പറയേണ്ടതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ജയശേട്ടനും രാഹുൽ ബ്രോയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരും എനിക്ക് തന്ന സപ്പോർട്ട് ചെറുതൊന്നുമല്ല. എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും പെട്ടെന്ന് തന്നെ അത് സോർട്ട് ചെയ്ത് തരും. അപ്പം കംപ്ലീറ്റ് ടീം കോർഡിനേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു മസ്തിഷ്കമാണ് അതിൽ. പിന്നെ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനും കുറച്ച് ഭയങ്കര സ്മൂത്തായിരുന്നു കാര്യങ്ങളൊക്കെ. ലൈക്ക് കമ്മ്യൂണിക്കേഷനും ബാക്കി ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. ടീം ഭയങ്കര സിങ്കായിരുന്നു. ലൈക്ക് നമ്മൾ ഭയങ്കര ഷൂട്ട് തുടങ്ങി, നമുക്ക് ഇത്രയും പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളും ഷൂട്ട് തുടങ്ങി അതിൻ്റെ അവസാനം വരെയും എല്ലാവരും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. എല്ലാവരും ഒരേ യൂണിറ്റ് പോലെ ഒന്ന് വർക്ക് ചെയ്തു. ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് ഞാനിപ്പം സാറിനോട് 6 വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും കിടിലമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അടിക്കാൻ പറ്റിയ പടം മസ്തിഷ്കം മരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലെൻസസ് എങ്ങനെ വേണം എന്നുള്ളതിലേക്ക് ഡിസ്കഷനിലേക്ക് കിടന്നപ്പോൾ നോർമലി അല്ലാതെ കുറച്ചും കൂടിയും ലാർജർ ദാൻ ലൈഫായിട്ടുള്ളൊരു പരിപാടിയും പിന്നെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്കുമാണ്. അപ്പോൾ ഒരു ഹോളിവുഡ് ലുക്കും അങ്ങനത്തെ ഒരു വെസ്റ്റേൺ റെഫറൻസാണ് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പറ്റിയത് കുറച്ചുകൂടി അനമോർഫിക് ആയിട്ടുള്ള ലെൻസസും ആയിരിക്കും എന്നുള്ളതിലേക്ക് നമ്മൾ നാരോ ഡൗൺ ചെയ്തായിരുന്നു. നമ്മൾ പല ലെൻസസും ഈ പല ബോഡിയും വെച്ച് ഒരു സെറ്റ് ഓഫ് ഇമേജസ് നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിത് ക്യാൻപ്രോൻ്റെ അടുത്ത് പോയി DIയിൽ പോയിട്ട് നമുക്ക് പറ്റുന്ന ലുക്കിലേക്ക് നമുക്ക് ഫിറ്റ് ആവുന്നുണ്ടോ, നമ്മുടെ ഇമേജ് എങ്ങനെ വേണം എന്നുള്ളത് അങ്ങനെ DIയിൽ പോയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തത് ഇന്ന ഇതിലേക്ക് പോകാൻ. അതിന്റെ വേറെ രണ്ടാമത്തെ സാധനമുണ്ട്, അത് എടുക്കാറുണ്ട്, യെല്ലോ ലൈറ്റുള്ള സാധനം. അത് അതൊന്നും വിഷയമുണ്ടോ? ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആദ്യം എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് സത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആകെയുള്ള കോൺഫിഡൻസ് തന്നെ പുള്ളി ഉള്ളത് കൊണ്ട് നമുക്കിത് എങ്ങനെയായാലും ക്രാക്ക് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നമുക്ക് പണ്ടേ അത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. സാറിന് ഏത് മ്യൂസിക് വേണം, എന്ത് ടെമ്പോ വേണം എന്നുള്ള റെഫറൻസ് പുള്ളിക്ക് ആദ്യം ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. പുള്ളി അതിൻ്റെ പുറത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് വേറെ ഒന്നും പുള്ളി ചെയ്യില്ല. ചെറിയ മൈനറ്റ് ഇതല്ല, മെയിൻ ടെമ്പോയും മെയിൻ കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പ്രസീവായിട്ട് എന്തെങ്കിലും സാറിന് കൊടുത്താൽ മാത്രമേ സാർ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഹി ഹാവ് ആൻ ഐഡിയ വാട്ട് ഹി വാണ്ട് ടു ഷൂട്ട് ഓൺ വാട്ട് ടെമ്പോ. ആ ഡിഗിങ് സീൻ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ പ്രേഗേട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു നമുക്ക് ഫോഴ്സ് പെർസ്പെക്റ്റീവ് ട്രൈ ചെയ്യാന്നുള്ളത്. അത് എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കണം എന്നുള്ളതിന് നമ്മൾ കുറേ മിനിയേച്ചർ ഡമ്മി വെച്ചിട്ടും നമ്മൾ ചെറിയ ക്യാമറാസ് വെച്ചിട്ടും പല ലെൻസ് കോമ്പിനേഷൻസും പല ഡിസ്റ്റൻസ് അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും ഇതിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ഫൈനലൈസ് ചെയ്തു. നമ്മൾ ആർട്ട് ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഡമ്മി സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒന്നും കൂടിയും ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ പെർസ്പെക്റ്റീവും ആംഗിളും എല്ലാം വെച്ചിട്ട് ഈ ആൾക്കാരുടെ ഷേപ്പും സൈസും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ. അങ്ങനെ ആ ഒരു ഡിഗിങ് സീനിൽ അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു നമുക്ക്. ആ സീനിൽ മഴയുണ്ടായിരുന്നു, ഔട്ട്ഡോർ ആയിരുന്നു, മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഫൈറ്റ് കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു, നൈറ്റും കൂടി ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആ സാധനത്തിൻ്റെ റിസൾട്ട് കാണുമ്പോൾ. നമ്മൾ മൂമെൻറ്റ്സ് ടീച്ച് ചെയ്യുന്ന അതിൻ്റെ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളൊരു 1 day 1.5 2 days ഉള്ളിലാണ് പരിപാടിയൊക്കെ തീർത്തത്. പിന്നെ നേരെ ഷൂട്ടിനും പോകുമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഫൺ. ഞങ്ങൾക്ക് ആ സമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ ഷൂട്ടൊക്കെ തീർക്കാനും പറ്റി. സഞ്ജു ചേട്ടൻ ഉണ്ടായിരുന്നു. സഞ്ജു ചേട്ടൻ ഹി വാസ് വെരി ഹെൽപ്ഫുൾ. നമ്മൾക്ക് ഈ 2 ദിവസം കൊണ്ട് ഇവർ രണ്ട് ആർട്ടിസ്റ്റുകൾ നമ്മൾ പറയുന്ന മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യുകയും അത് എങ്ങനെ പോർട്രേ ചെയ്യേണ്ടതെന്നുള്ള സാധനങ്ങളൊക്കെ ക്രാക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫൺ. ഏറ്റവും ഫൺ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിൻ്റെ ഓരോ ദിവസം കഴിയുന്നതോറും ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തുടങ്ങി. ബിക്കോസ് നമ്മൾ നോക്കുമ്പോൾ വി ആർ മേക്കിംഗ് സംതിങ് ഇൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അതേപോലെ ചിന്തിക്കുന്നു. ഓരോരുത്തരുടെയും നല്ല കിടിലം ഐഡിയാസ് വരുന്നു, അത് വയ്ക്കുന്നു. അപ്പം പിന്നെ ഓരോ ദിവസവും എല്ലാവരും വന്നിട്ട് പുതിയത് എന്ത് പറയാം, പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് സാധനം പറയാം, എങ്ങനെ അത് പടത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം, എങ്ങനെ ഇമ്പ്രസ് ചെയ്യാം, അങ്ങനെ ഒരു ബ്രെയിനിൽ വന്നു തുടങ്ങുന്നത് എല്ലാവരും ഒരു ഹെൽത്തി കോമ്പറ്റീറ്റീവ് ബ്രെയിനിൽ വന്നു നിന്നുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. സിനിമാറ്റോഗ്രാഫി വൈസ് നമുക്ക് ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ഉണ്ടായിരുന്ന സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറുടെ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ സീൻ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ളൊരു ഫൈറ്റും ഒരു മൾട്ടി ക്യാം വരുന്ന ഒരു സീനുമായിരുന്നു. അത് ഭയങ്കര നാരോ ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു. ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ നമ്മൾ സെറ്റ് ഇട്ടിട്ട് ചെയ്തൊരു സാധനമായിരുന്നു. അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. നമുക്ക് ലൈറ്റ് പ്ലേസ് ചെയ്യാനായാലും മൾട്ടിപ്പിൾ ക്യാമറാസ് വരുമ്പോൾ നമുക്ക് 2 ക്യാമറ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് തന്നെ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അങ്ങനെ
അത് ഫിഗർ ഔട്ട് ചെയ്യലും ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. മസ്തിഷ്കമരണം സിനിമ ഇതുവരെ മലയാളത്തിൽ വന്നതിൽ വെച്ചിട്ട് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. 2026 നിൽക്കുന്ന നമ്മളെ 2045 എത്തിക്കുന്ന ഒരു സൈബർ പങ്ക് മൂവിയാണ് മസ്തിഷ്കമരണം. പ്രേക്ഷകർക്ക് എന്തായാലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു സിനിമയായിരിക്കും മസ്തിഷ്കമരണം. എൻ്റെ അടുത്ത് കഥ പറഞ്ഞ് ചെറിയൊരു ഇതായിട്ട് കഥ പറയണ സമയത്ത് ഞാനും ആലോചിച്ചു, ഇതിങ്ങനെ ഒരു ടാസ്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും, അല്ല ഇങ്ങനെയുള്ളൊരു ലോകത്ത് എങ്ങനെ ജീവിക്കും എന്നുള്ള സാധനമൊക്കെ നമ്മളും ഇടയ്ക്ക് അത്ര ഡീപ്പ് തോട്ട്സ് അല്ലെങ്കിലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആലോചിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ദിസ് സിനിമ വിൽ മേക്ക് യു തിങ്ക് എ ലോട്ട്, ഐ ഗെസ്. ആ സമയത്തോട്ട് റഫ് കട്ട് കാണുമ്പോൾ തന്നെ വി ആർ ലൈക്ക് എൻ്റെ പൊന്നെ ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. അപ്പം അത് കാരണം തന്നെ മസ്തിഷ്കമരണം എന്നുള്ളൊരു ഷൂട്ട് എനിക്ക് ഭയങ്കര പേഴ്സണലാണ്, ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്, ഭയങ്കര ഫണ്ണുമായിരുന്നു. ഒരുപാട് നല്ല മെമ്പേഴ്സും ഒരുപാട് നല്ല മെമ്മറീസും കിട്ടി. ആൻഡ് ഇറ്റ്സ് ഫൺ ആക്ച്വലി. മസ്തിഷ്കമരണത്തിൻ്റെ ഷൂട്ട് ഒരു 40-45 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഈ 45 ദിവസവും കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു പടമാണ്. അതുപോലെ തന്നെ മസ്തിഷ്കമരണം ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി പോലെയാണ് തോന്നുന്നത്. കാരണം ഇതുപോലെ ഇനി ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വരാനും ഇതുപോലത്തെ ഒരു ടീം കിട്ടാനും എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. സോ ഭയങ്കര ഹാപ്പിയാണ്. കോമളത്താമരപ്പൂവിനെ ആട്ടണ കാറ്റു വന്നേ മനസ്സാറ്റനുണ്ടേ, ഇളം കോമളത്താമരപ്പൂവിനെ ആട്ടണ കാറ്റു വന്നേ മനസ്സാറ്റനുണ്ടേ. ഇതാ തന 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 തന